നമ്മുടെ വിദ്യാലയങ്ങൾ തുറക്കാൻ പോവുകയാണ്. രക്ഷിതാക്കളോട് പറയാനുള്ള കാര്യങ്ങളും അതേപോലെ തന്നെ വിദ്യാലയത്തോട് പറയാനുള്ള കാര്യങ്ങളൊക്കെ മുമ്പ് കുറച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അധ്യാപകരോട് പറയാനുള്ള മൂന്ന് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, നമ്മുടെ വിദ്യാലയം തുറക്കുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഡിജിറ്റലി നമ്മൾ മെച്ചപ്പെടാതെ അല്ലെങ്കിൽ നിലവിലുള്ള സാങ്കേതിക വിദ്യകളോട് പൊരുത്തപ്പെടാതെ അതിനെക്കുറിച്ച് പഠിക്കാതെ അതിനെക്കുറിച്ചിട്ടുള്ള അറിവുകൾ എവിടെയാണോ അത് പോയി കണ്ടെത്താതെ ഇന്നത്തെ ക്ലാസ് മുറികളിൽ നമുക്ക് നിലനിൽക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ഒന്ന്, നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾ ഇന്ന് അറിവ് സ്വയം ഒരുപാട് ആർജിച്ചിട്ടാണ് വിദ്യാലയത്തിൽ വരുന്നത്. അപ്പോൾ അവർക്ക് കിട്ടാത്ത അറിവുകൾ അവർക്ക് ഏറ്റവും കൗതുകം നൽകുന്ന രീതിയിൽ അത് അവരിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ഡിജിറ്റലി ഒരു മെച്ചപ്പെട്ട നിലവാരം നമ്മൾ അധ്യാപകർ പുലർത്തിയേ പറ്റൂ. അതുകൊണ്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം ആധുനിക കാലത്തിനൊപ്പം നമുക്ക് സഞ്ചരിക്കാൻ കഴിയുക എന്ന് തന്നെയാണ്. അതുകൊണ്ട് ഡിജിറ്റലി എക്യുപ്മെന്റ്സുകളുടെ സാധ്യതകളും അതേപോലെ തന്നെ ആപ്പുകൾ, മറ്റ് ക്ലാസ് റൂമിലെ പ്രൊജക്ടറുകൾ, ലാപ്ടോപ്പുകൾ, ഇതൊക്കെ ഫലപ്രദമായ ഉപയോഗം, ഇതെല്ലാം നമ്മൾ ഇനി എവിടെയെങ്കിലും ഒരു കോഴ്സിന് പോയി പഠിച്ചിട്ടില്ലെങ്കിലും ഒരുപാട് യൂട്യൂബ് വീഡിയോസും അതുപോലെ തന്നെ നമുക്ക് ഈ ഗൂഗിളായിട്ട് ബന്ധപ്പെട്ടാലൊക്കെ നമുക്ക് സ്വയം പഠിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ട്. അപ്പോൾ ആ സാഹചര്യത്തെ ഉപയോഗപ്പെടുത്തിയിട്ട് ഡിജിറ്റലി നമ്മൾ എന്ത് ചെയ്യണം, നല്ല എക്യുപ്ഡ് ആയിട്ട് നമ്മൾ ഈ വിദ്യാലയത്തിലേക്ക് ഈ വർഷം പോകാൻ പാടുള്ളൂ. അതിന് നമ്മളെല്ലാവരും തയ്യാറാവേണ്ടതുണ്ട്. അത് അധ്യാപകരിൽ ഇന്ന് നിർബന്ധിതമായ കാര്യമാണ്. നമ്മളത് വേണമെങ്കിൽ നമ്മുടെ ഓപ്ഷൻ അല്ല, അത് നമ്മളത് ചെയ്തേ പറ്റൂ. രണ്ടാമത്തെ കാര്യം, നമ്മളെല്ലാവരും, ഏതൊരു മനുഷ്യനും അന്തർലീനമായ ഒരു കഴിവുണ്ടാവും. നമ്മളെല്ലാ അധ്യാപകർക്കും ഏതെങ്കിലും തരത്തിലുള്ളൊരു കഴിവുണ്ട്. ആ കഴിവിനെ നമ്മുടെ വിദ്യാലയത്തിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ എന്നുള്ളതാണ്. നമ്മുടെ വിദ്യാലയത്തിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചില വിദ്യാലയങ്ങളൊക്കെ ചില അധ്യാപകരുടെ പേരിൽ അറിയപ്പെടുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അത് ആ അധ്യാപകൻ ആ വിദ്യാലയത്തിൽ എന്തോ ഒരു സംഭവം ചെയ്തു വെച്ചതുകൊണ്ടാണ് അങ്ങനെ അവരെ ആ പേരിൽ അറിയപ്പെടുന്ന ആ വിദ്യാലയം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും നമ്മുടെ പേരിൽ അറിയപ്പെടുന്ന വിദ്യാലയങ്ങളെ സാധ്യമാക്കാൻ കഴിയും. അതിന് നമ്മൾ പുതിയ വലിയ കാര്യങ്ങൾ പഠിച്ച് വലിയ സംഭവങ്ങളാക്കി മാറ്റൊന്നും വേണ്ട. നമ്മളിൽ അന്തർലീനമായി കിടക്കുന്ന ഒരു കഴിവുണ്ടെങ്കിൽ ആ കഴിവിനെ കണ്ടെത്തി ആ കഴിവ് അവിടെ നല്ല രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്ത് ആ കുട്ടികൾക്കും അതല്ലെങ്കിൽ ആ വിദ്യാലയത്തിനോ ഗുണകരമാവുന്ന രീതിയിൽ ആ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് വളരെ കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയിട്ട് അത് നടപ്പിലാക്കിയാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ വിദ്യാലയത്തിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവും. ഒരു അധ്യാപകൻ ഒരു വർഷം തന്നിലുള്ള കഴിവിനെ കൃത്യമായി ഉപയോഗപ്പെടുത്തിയാൽ മാത്രം ആ വിദ്യാലയത്തിനെ ഏറ്റവും മികച്ച രീതിയിലേക്ക് മാറ്റാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് നമ്മളിൽ അന്തർലീനമായ കിടക്കുന്ന കഴിവുകളെ കൃത്യമായി പ്ലാനിങ്ങോടുകൂടി നമ്മുടെ വിദ്യാലയങ്ങളിൽ ഉപയോഗിക്കാൻ നമ്മൾ തയ്യാറാവണം. 10 മണിക്ക് വന്ന് 4 മണിക്ക് വിദ്യാലയത്തിൽ നിന്ന് തിരിച്ചു പോകുന്ന അധ്യാപകരായി നമുക്ക് മുന്നോട്ട് പോകാം. ശമ്പളം അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും, അതിൽ തടസ്സങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ ചരിത്രത്തിന്റെ താളുകളിൽ രേഖപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന വിദ്യാലയത്തിന് സമ്മാനിച്ചു എന്നുള്ളത് തന്നെയാണ് പ്രധാന ഘടകം. നമ്മുടെ വിദ്യാലയങ്ങളിലേക്ക് നമ്മൾ പലപ്പോഴും റിട്ടയർ ചെയ്ത അധ്യാപകരെയൊക്കെ ക്ഷണിക്കുമ്പോൾ അതിൽ നമ്മൾ വളരെ സെലക്റ്റീവ് ആവാറുണ്ട്. കാരണം ആ അധ്യാപകൻ എന്തോ ഒന്ന് അവിടെ ബാക്കി വെച്ചിട്ട് പോയ ആളാണ്. ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ഒരുപാട് അധ്യാപകരുണ്ട്. നമുക്കെല്ലാം ചരിത്രത്തിന്റെ ഭാഗമാവാനും ചരിത്രത്തിൽ നമ്മളെ രേഖപ്പെടുത്താനും കഴിയുന്ന സാഹചര്യം ഇന്നുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിന് അനുസൃതമായ രീതിയിൽ നമ്മുടെ കഴിവുകളെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തി വിദ്യാലയത്തിന്റെയും വിദ്യാർത്ഥികളുടെയും നാടിന്റെയും ഗുണകരമായ മാറ്റങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യണം, മുന്നിട്ടിറങ്ങണം. ഒരു അധ്യാപകൻ തന്നിൽ അർപ്പിതമായ കർത്തവ്യത്തിനോടൊപ്പം ഒരു കഴിവ്, ഒരു വിദ്യാലയത്തിൽ നമുക്കുണ്ടായ ഒരു കഴിവിനെ ഉപയോഗപ്പെടുത്തിയാൽ വലിയ മാറ്റങ്ങൾ സാധ്യമാവും. രണ്ടാമത്തെ കാര്യം, നിങ്ങളിൽ അന്തർലീനമായി കിടക്കുന്ന ഒരു കഴിവിനെ എന്ത് ചെയ്യണം, പുറത്തു കൊണ്ടുവരണം. അതിനെ നമ്മുടെ വിദ്യാലയത്തിൽ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുകയും വേണം. മൂന്നാമത്തെ കാര്യം, ജനാധിപത്യ ബോധം തന്നെയാണ്. ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന, നമ്മുടെ ക്ലാസ്സിൽ പഠനപരമായി ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന കുട്ടിക്ക് എഴുത്തും വായനയും പഠിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയുമ്പോൾ മാത്രമാണ് നമ്മൾ ആ വിദ്യാലയത്തിൽ ജനാധിപത്യമുള്ള അധ്യാപകനാകുന്നത്. ഖസാക്കിന്റെ ഇതിഹാസത്തിൽ 2-ാം അധ്യായം തുടങ്ങുന്ന ഒരു ഭാഗമുണ്ട്, നമ്മൾ വായിച്ചിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് വായിക്കണം. അതായത് ഒരു പട ഖസാക്കിലേക്ക് വരുമ്പോൾ അതിൽ 1001 കുതിരകളുണ്ടായിരുന്നു. അതിൽ ആ പടനായകൻ ഉണ്ടായിരുന്നത് ഏറ്റവും ശാരീരികമായ ക്ഷമതയില്ലാത്തൊരു കുതിരയുടെ പുറത്തായിരുന്നു. ആ കുതിരക്ക് എവിടെ നിൽക്കാമെന്ന് തോന്നുന്നോ അല്ലെങ്കിൽ ആ കുതിരക്ക് ക്ഷീണം സംഭവിക്കുമ്പോൾ ആ പട മൊത്തം തന്നെ നിന്നിരുന്ന ഒരു കാലഘട്ടം. ആ ഒരു പടനായകൻ ആ ഒരു ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന കുതിരയെ പരിഗണിച്ചതുപോലെ നമുക്ക് നമ്മുടെ കുട്ടികളെ പരിഗണിക്കാൻ കഴിയണം. നമ്മുടെ ക്ലാസ്സിലുള്ള ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ മാത്രമേ ഉള്ളൂ ജനാധിപത്യപരമായ രീതിയിലുള്ള ക്ലാസ് മുറിയായിട്ട് മാറുക. നമ്മളെല്ലാ കുട്ടികൾക്കും അവർക്ക് ആർജിക്കേണ്ട അറിവുകളെ കൃത്യമായി പറഞ്ഞു കൊടുക്കണം. അവർക്ക് ആവശ്യമായ രീതിയിലുള്ള പിന്തുണകൾ നൽകണം. എല്ലാം നമ്മൾ ചെയ്യണം. മികച്ചവർക്കൊപ്പം മാത്രമല്ല അധ്യാപകർ നിൽക്കേണ്ടത്. ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന കുട്ടിക്ക് വീട്ടിൽ പോയി ക്ലാസ് എടുത്ത് കൊടുക്കുന്ന അധ്യാപകരുണ്ട്. അതേപോലെ തന്നെ ശനിയാഴ്ചകളിൽ സ്പെഷ്യൽ ക്ലാസ് വെക്കുന്ന അധ്യാപകരുണ്ട്. അവരെ പോലെ ഒന്നും ആയിട്ടില്ലെങ്കിൽ പോലും അതത് ക്ലാസ് സമയങ്ങളിൽ ആ പിന്നോക്കം നിൽക്കുന്ന കുട്ടിയെ ചേർത്ത് നിർത്തി അവനിലേക്ക് ഈ അറിവിന്റെ, അക്ഷരത്തിന്റെ അല്ലെങ്കിൽ ഗണിതത്തിന്റെ അല്ലെങ്കിൽ മലയാളത്തിന്റെ ഏതോ ആയിക്കോട്ടെ ആ ഒരു ഭാഷയുമായി ബന്ധപ്പെട്ടോ ഗണിതവുമായി ബന്ധപ്പെട്ടോ ഏതൊരു ശേഷിയാണെങ്കിലും അത് അവനിലേക്ക് ആർജിക്കണമെന്നുണ്ടെങ്കിൽ അധ്യാപകന് ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. അവൻ ആത്മാർത്ഥമായി ഒന്ന് ചേർത്ത് പിടിച്ചൊന്ന് സ്നേഹിച്ചാൽ മാത്രം മതി. നിങ്ങളോടുള്ള അവൻ്റെ സ്നേഹമായിരിക്കും അവൻ്റെ പരീക്ഷാ പേപ്പറുകളിലും അതേപോലെ തന്നെ ക്ലാസ് റൂം പ്രവർത്തനങ്ങളിലും പ്രതിഫലിക്കുക. നമുക്ക് കുട്ടികളെ ഏറ്റവും ജനാധിപത്യപരമായ രീതിയിൽ എല്ലാവരെയും പരിഗണിച്ച് അതിൽ പിന്നോക്കം നിൽക്കുന്നവന് ഏറ്റവും
മികച്ച പരിഗണന നൽകി നമ്മുടെ ക്ലാസ്സിലുള്ള മുഴുവൻ കുട്ടികൾക്കും ഒരു വർഷത്തെ പഠനം പൂർത്തീകരിച്ച് പോകുമ്പോൾ ഒരു കുട്ടിക്ക് കിട്ടേണ്ട മിനിമം ശേഷി അതത് ക്ലാസ്സിലോ അതത് വിഷയത്തിലോ കിട്ടിയെന്ന് ഉറപ്പുവരുത്തുമ്പോൾ നിങ്ങൾ ജനാധിപത്യപരമായ രീതിയിൽ ക്ലാസ് റൂം കൈകാര്യം ചെയ്യുന്ന ഒരു അധ്യാപകനാവും. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ 3 കാര്യങ്ങളിലും ശ്രദ്ധ ഊന്നാൻ കഴിയട്ടെ. ഈ 3 കാര്യങ്ങളിലും നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നിങ്ങളെ ചരിത്രത്തിന്റെ ഭാഗമാക്കും. ഒരുപക്ഷെ ഈ കാലഘട്ടത്തിൽ മറക്കാൻ കഴിയാത്ത, ആ സമൂഹത്തിന് മറക്കാൻ കഴിയാത്ത ഒരു അധ്യാപകനായി നിങ്ങളെ രൂപപ്പെടുത്തും. ഏറ്റവും മികച്ച അധ്യാപകരായി മാറാൻ ഈ ഒരു അധ്യയന വർഷം നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ. അന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.